പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കളങ്കാവൽ, സർവമായ ഈ രണ്ട് ചിത്രങ്ങളാണ്. ബബ്ബബ്ബ ഈ 3 ചിത്രങ്ങളുണ്ട് ഇപ്പം തിയേറ്ററിൽ. ഈ കൂടിയും കുറഞ്ഞുമൊക്കെ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് ഈ 3 ഇതിൽ സർവമായ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തായിട്ട് മാറി. കാരണം ക്രിഫോഫിനെ റിലീസ് ചെയ്ത പല ചിത്രങ്ങളും പ്രതീക്ഷിച്ച നിലവാരം പുലർത്താതെ വന്നപ്പോൾ നിലവാരം പുലർത്തിയ സർവമായ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ കൂടി എന്നുള്ളതാണ് ഒരു സത്യമായ കാര്യം. ഏകദേശം 10 ദിവസം പിന്നിട്ടപ്പോൾ ഏകദേശം 100 കോടി നേടി എന്ന് പറയുന്നത് ഒരു നിവിൻ പോളി ചിത്രത്തെ സംബന്ധിച്ച് അതിശയിപ്പിക്കുന്ന തുടക്കവും അതിശയിപ്പിക്കുന്ന നേട്ടമൊക്കെ തന്നെ. നിവിൻ പോളിയുടെ ആദ്യത്തെ ചിത്രമാണ് 100 കോടി നേടുന്നത്. അപ്പം 100 കോടി ക്ലബിലേക്ക് നിവിൻ പോളിയും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം. ഒത്തിരി നാളിന് ശേഷം വലിഞ്ഞ് നിവിൻ പോളി കൃത്യമായി ട്രാക്കിലെത്തിയിരിക്കുന്നുണ്ട്. നിവിൻ പോളിയെ ഇങ്ങനെയുള്ള ഓജഫും തേജഫുമുള്ള ഒരു നിവിൻ പോളിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ആ രീതിയിൽ തന്നെ നിവിൻ പോളി സർവമായ എന്ന ചിത്രത്തിലൂടെ അഖിൽ സത്യം നമുക്ക് തന്നപ്പം അത് കൃത്യമായിട്ട് ഇരു കൈയും നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു. അങ്ങനെ ജൈത്രയാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് നിൽക്കും? ഏകദേശം 150 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 12 ദിവസം പിന്നിടുമ്പോൾ 113 കോടിയാണ് ഇത് നേടിയിരിക്കുന്നത്. ഓവർസീസ് കളക്ഷനായിട്ട് 50 കോടി 80 ലക്ഷവും ഇന്ത്യ ഗ്രോഫായിട്ട് 62 കോടി 20 ലക്ഷവുമാണ് ഈ ചിത്രം നേടുന്നത്. കേരള കളക്ഷനായിട്ട് ഇന്നലെ കളക്ട് ചെയ്ത് 2 കോടി 25 ലക്ഷമാണ്. അങ്ങനെ ടോട്ടൽ കേരള കളക്ഷൻ 53 കോടി 30 ലക്ഷത്തിലേക്ക് എത്തുന്നു. അങ്ങനെ നിവിൻ പോളി ചിത്രം ആദ്യമായിട്ട് 50 കോടി കേരള കളക്ഷനും കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നോക്കുമ്പോഴും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുന്നു. ഏകദേശം 10 കോടി കടക്കുന്ന ആദ്യത്തെ നിവിൻ പോളിയുടെ ചിത്രമായിട്ട് സർവമായ എന്ന ചിത്രം മാറാൻ പോകുന്നു. ഏകദേശം 9 കോടി ഇന്നുകൊണ്ട് പിന്നിടുന്ന ഒരു ചിത്രമായിട്ട് സർവമായ മാറിയിരിക്കുന്നു. ഏകദേശം ഇന്ത്യ ഗ്രോഫായിട്ട് 62 കോടി 20 ലക്ഷമാണെങ്കിൽ അതിലെ കേരള കളക്ഷൻ 53 കോടി 30 ലക്ഷം വരുന്നത് ഏകദേശം 8 കോടി 90 ലക്ഷത്തോളം ഈ 12 ദിവസം കൊണ്ട് തന്നെ ഓവർസീസിന് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ചിത്രം നേടിയിരിക്കുന്നു. അപ്പം നിവിൻ പോളിയെ സംബന്ധിച്ച് ഒരു കുടുംബ ചിത്രമാണ്, ഒരു ഹൊറർ ചിത്രമാണ്. അപ്പം അദ്ദേഹത്തിന് കിട്ടാവുന്ന എല്ലാ പിന്തുണയും എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിവിൻ പോളി ചിത്രം 100 കോടി കടന്നു. ഇതിനിടയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. കളങ്കാവൽ എന്ന ചിത്രം ഇതുപോലെ തന്നെ മൈലേജൊക്കെ കിട്ടിയ ചിത്രമാണ്. ആദ്യ ദിവസമൊക്കെ 15 കോടിയൊക്കെ കളക്ട് ചെയ്ത ചിത്രമാണ്. വമ്പൻ കളക്ഷനൊക്കെ ആയിരുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ നേടിയത്. 100 കോടി പിന്നിടും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ 80 കോടി പിന്നിട്ടതിന് ശേഷം അങ്ങ് എഴുതുകയാണ്. എനിക്ക് തോന്നുന്നു 82 83 കോടിയിലേക്ക് ഇപ്പോഴും ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് മമ്മൂട്ടി ചിത്രങ്ങളൊന്നും 100 കോടി കടക്കുന്നില്ല? മമ്മൂട്ടിയുടെ ഒരു ചിത്രങ്ങൾ പോലും കേരളത്തിൽ നിന്ന് 50 കോടി പിന്നിടുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. കാരണം ഈ മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിയുടെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കിടന്നങ്ങ് കറങ്ങി മെഴുകി പ്രശ്നമാണ്. ഇപ്പം മമ്മൂട്ടി 100 കോടി ഇല്ലെങ്കിൽ സർവമായ 100 കോടി നേടിയത് ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ല. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഫാൻസുകാരെല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ്. നിവിൻ പോളിയുടെ തിരിച്ചുവരവ്, നിവിൻ പോളി 100 കോടിയൊക്കെ നേടി. പക്ഷേ മമ്മൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഈ യൂട്യൂബ് ചാനലുകളെല്ലാം മമ്മൂട്ടിയുടെ നിരന്തരമായ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരൊക്കെ എടുത്തു നോക്കിയാൽ അവർ പറയുന്നത് ഇപ്പോഴും സർവമായയുടെ കളക്ഷൻ പോലും തള്ളാണ് എന്നാണ്. മമ്മൂട്ടി സിനിമകൾ മാത്രമാണ്, കളങ്കാവൽ മാത്രമാണ് കൃത്യമായി സത്യസന്ധമായുള്ള വിവരം നൽകുന്നതെന്നാണ് പറയുന്നത്. അപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും മമ്മൂട്ടി എന്ന് പറയുന്ന മികച്ച ഒരു നടൻ, അദ്ദേഹത്തിൻ്റെ അഭിനയവും എല്ലാം കളങ്കാവൽ എന്ന ചിത്രം അദ്ദേഹം അല്ലാതെ വേറെ ആരും ഇതിന് ധൈര്യപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കാനേ പറ്റത്തില്ല. ജിതിൻ ജോഫ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രതിനായകനായിട്ട്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാർ പോലും ഇങ്ങനെ ഒരു പ്രതിനായക കഥാപാത്രം ഇപ്പം ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ള സംശയമാണ്. അത് മമ്മൂട്ടി കൃത്യമായിട്ട് ചെയ്തു, അത് പ്രേക്ഷകർ ഏറ്റെടുത്തു. പക്ഷേ ഭയങ്കര പോസിറ്റീവ്, എല്ലാ പ്രദേശത്തു നിന്നും പോസിറ്റീവ്, സർവമായ പോലെ എല്ലായിടത്തു നിന്നും പോസിറ്റീവ് അഭിപ്രായം നേടിയ ചിത്രം. വമ്പൻ കളക്ഷനൊക്കെയാണ് ആദ്യ ദിവസങ്ങളൊക്കെ നേടിയത്. പക്ഷേ
50 കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതങ്ങ് വലിഞ്ഞില്ലാതായി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന തള്ളല്ലാതെ മമ്മൂട്ടിക്ക് 100 കോടി നേടാനുള്ള കപ്പാസിറ്റി ഇല്ലേ? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. മമ്മൂട്ടിയുടെ തുടർച്ചയായുള്ള പല ചിത്രങ്ങളും 100 കോടി കടക്കുന്നില്ല, കേരളത്തിൽ നിന്ന് പോലും 50 കോടി കടക്കുന്നില്ല എന്നൊക്കെ. അപ്പം മമ്മൂട്ടിയുടെ ആരാധകർ സ്ഥിരമായിട്ട് പറയുന്നത് മമ്മൂട്ടിക്ക് തള്ളിൻ്റെ കാര്യമില്ല, 100 കോടി ആഗ്രഹമില്ല എന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്. അത് നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം മമ്മൂട്ടിക്കൊരു 100 കോടി ഇല്ല. എനിക്ക് സ്വാഭാവികമായിട്ട് വിഷമമുണ്ട്. മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെയാണ്, മോഹൻലാലിനെ തുലം ചെയ്യുന്നത് മമ്മൂട്ടിയോടൊപ്പമാണ്. മോഹൻലാലിന് 200 കോടിയും 300 കോടിയൊക്കെ ഉണ്ടാകുമ്പം മമ്മൂട്ടിക്കൊരു 100 കോടി ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ട്. കേരളത്തിൽ നിന്നൊരു 50 കോടി ഇല്ല. അപ്പം എത്രയും പെട്ടെന്ന് ഈ കളങ്കാവിലൂടെ അത് നേടുമെന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ നേടുന്നില്ല. അതാണ് നമ്മളെപ്പോഴും കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. മമ്മൂട്ടിയുടെ ആരാധകർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ചെന്ന് നിരന്തരമായി മറ്റുള്ളവരെ തെറി വിളിക്കുക അല്ലാതെ ഇവർ കൃത്യമായിട്ട് സിനിമ കാണാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ ഒരു സിനിമ 100 കോടി മുടക്കി ഒരു ചിത്രം തിയേറ്ററിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ, നമ്മുടെ മഹേഷ് നാരായണ ചിത്രത്തെ പറ്റിയാണ് പറയുന്നത്, ആ ചിത്രത്തിലേക്ക് കളക്ഷൻ വരാൻ തന്നെയാണ് മോഹൻലാലിനെ കൂടെ കാസ്റ്റ് ചെയ്യുന്നത്. ഒരു വൻപൻ, എനിക്ക് തോന്നുന്നു ആ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം തന്നെ ഫഹദ് ഫാസിലായാലും മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, മമ്മൂട്ടി, ഇവരെല്ലാം തന്നെ മമ്മൂട്ടിയാണ് കേന്ദ്ര കഥാപാത്രമായിട്ടാണ് പറയുന്നത്. ഇനി ചിത്രം തിയേറ്ററിൽ വന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ കൃത്യമായിട്ടുള്ളവർ അറിയത്തുള്ളൂ. എന്നാലും ആ 100 കോടി മുടക്കുന്ന ചിത്രം കളക്ട് ചെയ്യണമെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു ചിത്രങ്ങളും പോലും 100 കോടി കളക്ട് ചെയ്തില്ല. 100 കോടി മുടക്കുന്നുണ്ടെങ്കിൽ 200 കോടിയെങ്കിലും കളക്ട് ചെയ്യണ്ടേ? മമ്മൂട്ടിയുടെ ഒരു ചിത്രം പോലും 100 കോടി കളക്ട് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയാണ് മോഹൻലാലിനെ പോലുള്ളവരെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എതിർക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് സത്യസന്ധമായ കാര്യമാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ ഒരു ആവറേജ് ഉണ്ട്. മമ്മൂട്ടി ചിത്രങ്ങൾ വമ്പൻ പോസിറ്റീവായാൽ പോലും ഒരു 80 കോടി 85 കോടി റേഞ്ച് തന്നെയാണ് ഇപ്പോഴും ചെന്നിരിക്കുന്നത്. നമ്മുടെ ഭീഷ്മപർവ്വം നോക്കിയാലും ബ്രഹ്മയുഗം നോക്കിയാലും ടർബോ നോക്കിയാലും ഇതെല്ലാം തന്നെ ഈ റേഞ്ച് 80, 75, 80 റേഞ്ചിൽ തന്നെയാണ് ചെന്ന് നിൽക്കുന്നത്. അതിന് മുകളിലേക്ക് പോകാൻ മമ്മൂട്ടി ചിത്രങ്ങൾ കഴിയുന്നില്ല. ഇനി നാളെ ഒരു പക്ഷേ കഴിയുമ്പോൾ 2026 അതിന് കഴിയട്ടെ. പക്ഷേ ഈ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞ ചിത്രങ്ങൾ പോലും 50 കോടി കടക്കാൻ തന്നെ വലിയ പാടുപെടും. മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറിപ്പോയി. പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ, ഹെവി പോസിറ്റീവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സർവമായ പോലെ 10 ദിവസം കൊണ്ട് തന്നെ 100 കോടി കണക്കുന്ന ചിത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അത് നമ്മൾ ഈ കൊല്ലം ഒത്തിരി ചിത്രങ്ങൾ കണ്ടു. നമ്മുടെ എമ്പുരാൻ, അതുപോലെ എമ്പുരാൻ തുടരും, ലോക, പിന്നിപ്പം സർവമായ, ഈ ചിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടു. പെട്ടെന്നാണ് 100 കോടിയൊക്കെ കടക്കുന്നത്. അപ്പം മാർക്കറ്റിംഗ് ഉണ്ട്, അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന മമ്മൂട്ടി കമ്പനിയുടെ മാർക്കറ്റിംഗ് തന്നെ പലപ്പോഴും പാളുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതുതന്നെയൊക്കെയാണ് ഇതിൻ്റെ കാരണം. ഏതായാലും മമ്മൂട്ടി 2026 ഒരു 100 കോടി കളക്ട് ചെയ്തിട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അതുപോലെ സർവമായ നിവിൻ പോളി ചിത്രത്തിലും 200 കോടിയൊക്കെ കടക്കാൻ ഈ ചിത്രത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.